ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ നാളെ തുടരും. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ മാറ്റിയത്. നാളെ മുതൽ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പുഴയിലെ പരിശോധന തുടരും. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ തിങ്കളാഴ്ചയോടെ എത്തിക്കുന്നതോടെ തെരച്ചിൽ പൂർണ്ണ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാൽ ഉദ്യോഗസ്ഥർ ഇന്ന് ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധന നടത്തുകയില്ല. ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘവും ഇന്ന് ഗംഗാവാലി പുഴയിലിറങ്ങിയില്ല. അദ്ദേഹം മറ്റൊരു ദൗത്യത്തിന്റെ ഭാഗമായി കാർവാറിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണുള്ളത്. എന്തായാലും നാളെ മുതൽ ഈ ഗംഗാവാലി പുഴയിൽ അർജുനും മറ്റു കാണാതായവർക്കും വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയായിരിക്കും ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കുക. ഏറ്റവും നിർണായകമാകുക തിങ്കളാഴ്ചയോടുകൂടി ഗോവയിൽ നിന്നെത്തിക്കുന്ന ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. ഈ ഭാഗത്ത് ഇന്നലെ കണ്ടെത്തിയ ഭാഗത്ത് വലിയ രീതിയിൽ മരക്കഷ്ണങ്ങളും മണ്ണും പാറയും അടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. ഇത് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ എത്തിക്കുക അത്യന്താപേക്ഷിതമാണ്. ഇത് സമുദ്രമാർഗം വഴിയായിരിക്കും ഈ ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. ഇതിനായി 50 ലക്ഷം രൂപയോളം ചെലവ് വരും. ഈ 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇനി ഈ ദൗത്യം പൂർണ്ണ രീതിയിൽ സജ്ജമാകണമെങ്കിൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. നാളെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ഊർജിതമാക്കും. ഈ പുഴയിലെ അടിത്തട്ടിലെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ നേവി നടത്തിയ പരിശോധനയിൽ ഈ ലോറിയുടെ ഭാഗമായിരുന്ന കയർ കണ്ടെത്തി. ഈ ഭാഗത്ത് വലിയ രീതിയിൽ മരക്കഷ്ണങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുങ്ങിയ രീതിയിലുള്ള കയറാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവന്ന് അത് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇത് ലോറിയുടെ ഭാഗം തന്നെയാണ്, ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഈ ഭാഗത്ത് നിലവിൽ നാവികസേന ഉദ്യോഗസ്ഥർ മരത്തിൽ കുടുക്കിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇത് പുറത്തെത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. അത്തരത്തിൽ വലിയ മരങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് സുഗമമായി പുഴയിൽ ഇറങ്ങാനും തിരച്ചിൽ നടത്താനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏറെ നിർണായകമാകുക ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോട് കൂടി എത്തിക്കുന്ന ഡ്രഡ്ജ് സംവിധാനമാണ്. ഈ സംവിധാനം